നമസ്കാരം. ഉള്ളത് പറയാം. കൊട്ടിഘോഷിച്ച് കോടികൾ മുടക്കി ശബരിമലയെ വികസിപ്പിക്കാൻ എന്ന പേരിൽ അയ്യപ്പന്റെ പേരിൽ നേരിടേണ്ടി വന്ന നഷ്ടങ്ങൾക്ക് പ്രായശ്ചിത്തം എന്ന നിലയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ തിളക്കമാർന്നതായില്ല. യഥാർത്ഥ ഭക്തർ കൈയഴിഞ്ഞപ്പോൾ യുവതീ പ്രവേശന സമയത്ത് ഭിന്ന നിലപാട് സ്വീകരിച്ച ഹൈന്ദവ സമുദായ സംഘടനാ നേതാക്കളെ അയ്യപ്പ സംഗമത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് മാത്രമാണ് നേട്ടം. ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്ത് ദേവസ്വം ബോർഡ് ചാരിതാർത്ഥ്യമടങ്ങി. പമ്പയുടെ തീരത്ത് ജർമ്മൻ പന്തലുകൾക്കുള്ളിൽ 3000-ഓളം കസേരകൾ നിരത്തി അയ്യപ്പന്മാരുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ ചേർന്ന അയ്യപ്പ സംഗമം ഭഗവത്ഗീതയും ഉപനിഷത്ത് വചനങ്ങളും കൊണ്ട് മുഖരിതമായി. മുഖ്യമന്ത്രി മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം എടുത്തു പറഞ്ഞും കപടഭക്തരെ തിരിച്ചറിയാൻ മുന്നറിയിപ്പ് നൽകിയും ഞങ്ങളാണ് ശബരിമലയുടെ രക്ഷകർ എന്നുറപ്പിക്കാൻ തീവ്ര ശ്രമം നടത്തുന്നതാണ് കണ്ടത്. ശബരിമല ദർശനത്തിന് പതിവായി വരുന്ന അയ്യപ്പ ഭക്തരിൽ നിന്ന് നേരിട്ട് അഭിപ്രായം കേട്ട് ശബരിമല വികസനത്തിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പൊതുനയം രൂപീകരിക്കുകയായിരുന്നു ലക്ഷ്യം. കുറച്ച് സൗകര്യങ്ങൾ നമ്മൾ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. സൗകര്യങ്ങൾ ഒന്ന് വരണം അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, അതാണ് ഇവിടെ കുറവ്. നമുക്ക് എപ്പോൾ വരുന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി ഇതൊരു ആഗോള സംഗമം അതിനൊരു വേദി ആവട്ടെ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. ബയോ ടോയ്ലറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇഷ്ടംമാരിയുണ്ട് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള സൗകര്യം ചെയ്താൽ തന്നെ ഒരുപാട് വ്യത്യാസം വരും. ഒരു വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ശബരിമല പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ബയോ ടോയ്ലറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരികയാണെങ്കിൽ കൂടെ അതായത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം കൊടുക്കണം. വരുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യ വികസനം വേണം. ഇപ്പൊ തിരുപ്പതി മോഡൽ അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായി മാത്രമേ ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ഫംഗ്ഷൻ കൊണ്ട് പ്രയോജനമുള്ളൂ. വളരെ ഒരു സന്തോഷകരമായ ഒരു നിമിഷമാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ വലിയൊരു മഹാസംഭവം ഇവിടെ സംഘടിപ്പിച്ച ആളുകളെ ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് പണ്ടേ നടത്തേണ്ടതായിരുന്നു. എന്തായാലും നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ ഞങ്ങള് ക്ഷേത്രോപദേശ സമിതി ആയിരം അഭിനന്ദനം. തീർച്ചയായിട്ടും ഇത്ര ആവുമല്ലോ, അതിനല്ലേ തുടങ്ങിയിരിക്കുന്നത്. അത് രാഷ്ട്രീയവൽക്കരിക്കും ഒരിക്കലും ചെയ്തു. കാരണം അയ്യപ്പന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറെ ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ എത്രയോ നമ്മളെല്ലാം വന്നിരിക്കുന്നില്ല, ഇതല്ല അയ്യപ്പ സംഗമത്തിന് വേണ്ടി വന്നതല്ലേ. നമ്മൾ വരുന്ന ആൾക്കാർ വരെ ഡൊണേറ്റ് ചെയ്യുന്നില്ലേ. അപ്പൊ പിന്നെന്താ പഠിച്ച അങ്ങനെ ആലോചിക്കും. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 3000-നും 3500-നും ഇടയിൽ അയ്യപ്പ ഭക്തർക്കായിരുന്നു അവസരം കൊടുത്തത്. ഇത് അയ്യപ്പ സംഗമത്തിന് മുൻപ് ദേവസ്വം ബോർഡ് പറഞ്ഞ കാര്യം. പിന്നെ പ്രത്യേക ക്ഷണിതാക്കളും. ഉദ്ഘാടനത്തിന് ശേഷം 3 വിഷയങ്ങളിൽ ചർച്ച. 1. ശബരിമല മാസ്റ്റർ പ്ലാൻ. 2. എത്ര തിരക്ക് വന്നാലും നിയന്ത്രിക്കാനുള്ള പദ്ധതി. 3. ആത്മീയ ടൂറിസം. ഇതെല്ലാം അയ്യപ്പന്മാരുടെ അഭിപ്രായം കേട്ട് ഒരു നയരൂപീകരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അച്ചൻകോവിൽ ഗവൺമെന്റും ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തി നല്ല വഴിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ശുഭകരമായി തീരട്ടെ. നാൽക്കുനാൾ ശബരിമലയുടെ പ്രശസ്തി ലോക ആകമാനം ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. Super, it is a super. The arrangements have been made very nice. Actually, they are welcomed very well. I am not happy with the arrangements. I have reached here on 18th. There was no room. When I requested Trivandrum Devaswam Board, they said it is not our duty. For 2 days we were staying in the platform. I came along with Malgapuram. There is no place for taking a bath. എന്നാൽ പമ്പയിൽ നടന്നത് മറ്റൊന്നാണ്. രാവിലെ തന്നെ രജിസ്ട്രേഷൻ തുടങ്ങി. വരുന്നവർ അയ്യപ്പ വിശ്വാസികളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ചന്ദനം ചാർത്തി സ്വീകരണം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കിറ്റിൽ അപ്പം, അരവണ, നെയ്യ്, അയ്യപ്പന്റെ ഫലകം, ഡയറി. വേദിയിലേക്ക് വന്നവരെ ശ്രദ്ധിച്ചാൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, വിവിധ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ, ഇടതുപക്ഷ പ്രാദേശിക നേതാക്കൾ, പിന്നെ ഇവർക്കിടയിൽ ചർച്ചകളിൽ പങ്കെടുത്ത് തീർത്ഥാടന കാലത്തെ ബുദ്ധിമുട്ട് പറയാൻ ആഗ്രഹിച്ചു വന്ന യഥാർത്ഥ ഭക്തരും.
സ്വാമിയേ ശരണമയ്യപ്പ. മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഹൈപ്പോർ കമ്മിറ്റി തയ്യാറാക്കി, എഞ്ചിനീയറിംഗ് കൊണ്ട് നേതൃത്വത്തിൽ തയ്യാറാക്കി, ഗവൺമെന്റ് പാസാക്കി. പക്ഷെ ഇത് അനുഭവേദ്യമാകേണ്ടത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കാണ്. അപ്പൊ ആ ഭക്തജനങ്ങളുടെ അഭിപ്രായം അറിയണം, അവരുടെ നിർദ്ദേശങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം കെങ്കേമം. കസേരകൾ നിറയ്ക്കാൻ സംഘാടകർ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് മാത്രം. വെള്ളാപ്പള്ളിക്കൊപ്പം ഒരേ കാറിൽ വന്നിറങ്ങി മുഖ്യമന്ത്രി. NSS, KPMS പ്രധാന നേതാക്കളും വേദിയിൽ. മന്ത്രിമാരും തമിഴ്നാട്ടിലെ 2 മന്ത്രിമാരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ശരണം വിളിയോടെ തുടക്കം. ഉപനിഷത്തും ഗീതയും ഉദ്ധരിച്ച് തത്വമസിയുടെയും ഹരിവരാസനത്തിന്റെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ് ഭക്തർക്കൊപ്പം എന്ന സന്ദേശം നൽകി മുഖ്യമന്ത്രി. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം. അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത്. ശബരിമലയെ വിവാദ കേന്ദ്രം ആക്കാനല്ല, വികസനത്തിനായി ഒരുമിക്കണമെന്ന് വെള്ളാപ്പള്ളി. എല്ലാവരുടെയും നാവിൽ ഒരേ ഒരു മന്ത്രം. ശബരിമലയിൽ കല്ലും മുള്ളും താണ്ടിയെത്തുന്ന ഭക്തർക്ക് സുഖദർശനം. ബൃഹത്തായ പദ്ധതിയായി ആവിഷ്കരിച്ച ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒന്നിച്ചു വന്ന ഈ കർമ്മ പദ്ധതികൾ നമുക്കെല്ലാം കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തിയും ഉൾക്കൊള്ളിക്കേണ്ട പലതുണ്ടെങ്കിൽ ഉൾക്കൊള്ളിച്ചും അതിനെ വിജയിപ്പിക്കുവാൻ നമ്മളെല്ലാം ശ്രമിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം തീർച്ചയായിട്ടും ശബരിമല ദർശനത്തിനും ശബരിമലയുടെ വികസനത്തിനും ശബരിമല എത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ആഗോള ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാനന ക്ഷേത്രമായ ശബരിമലയുടെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ സാധ്യത തേടുന്ന ഒരു സംഗമത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്നെപ്പോലെയുള്ള സാമൂഹ്യ രംഗത്തുള്ള ആളുകളുടെ ഉത്തരവാദിത്വം. ഉദ്ഘാടന സദസ്സ് നിറച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല മറ്റ് ദേവസ്വം ബോർഡുകളിലെയും ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തി. സർക്കാരിന്റെ മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ശബരിമലയ്ക്ക് വേണ്ടി സദസ്സിൽ ഇടം നേടി. അയ്യപ്പ സംഗമം എന്നതിനേക്കാൾ ശബരിമലയ്ക്കായുള്ള ഒരു ജനകീയ സദസ്സ് എന്ന് പറയാം. ഇതിനാണ് സർക്കാർ കണക്കനുസരിച്ച് 7 കോടി മുടക്കിയത്. സർക്കാരിന്റെ സകല സംവിധാനങ്ങളും രാപകൽ പമ്പയിൽ കേന്ദ്രീകരിച്ചു. പമ്പാ തീരത്ത് മനോഹരമായ ഈ പന്തലിൽ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ നടന്നു വന്ന സംഗമം ഏതാണ്ട് 4000-ൽ പരം ആളുകൾ ഈ സംഗമത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. നമ്മളിതിൻ്റെ ചർച്ചകൾ 3 സെക്ഷനുകളിലായിട്ടാണ് നടന്നത്. അതിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അത് നയിച്ചവരും അത് ശ്രദ്ധിച്ചവരും എന്താണ് അതിൻ്റെ ഉള്ളടക്കമെന്നും ഇവിടെ പ്രസൻറ്റ് ചെയ്യുണ്ടായി. ഏതാണ്ട് 658 പേരാണ് അതിൽ പങ്കെടുത്തിരുന്നത്. നമ്മളെന്താണോ ഈ സംഘവുമായി ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം അർത്ഥപൂർണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് പൊതുവിൽ ഈ സംഗമത്തിൻ്റെ കൺക്ലൂഡിംഗ് സെക്ഷനിൽ നിങ്ങളോടായി സൂചിപ്പിക്കാം. അയ്യപ്പ സംഗമം കഴിയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് ശബരിമല വിശ്വാസികൾ അയ്യപ്പ സംഗമത്തോട് മുഖം തിരിച്ചത്? 5000-ഓളം ആളുകൾ പമ്പയുടെ തീരത്ത് ഒത്തുചേർന്നിട്ടും ശബരിമല വികസനത്തിനായുള്ള ചർച്ചകളിൽ പരമാവധി 650 പേർ മാത്രം പങ്കെടുത്തത്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ കണക്കുകൾ തെറ്റായിരുന്നില്ലേ? ശബരിമലയിലെ സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ അയ്യപ്പ വിശ്വാസികൾക്ക് ഇപ്പോഴും അവിശ്വാസമാണോ? ഇതുവരെ നടപ്പാക്കും എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതലായി ഏത് കാര്യമാണ് ചർച്ച ചെയ്തത്? യുവതീ പ്രവേശന കാര്യത്തിൽ എന്തിനാണ് സർക്കാർ ഇപ്പോഴും നിലപാട് മറച്ചുവെക്കുന്നത്? അയ്യപ്പ സംഗമം അയ്യപ്പന്മാർ കൈവിട്ടെങ്കിലും
തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹൈന്ദവ സമുദായ സംഘടനകൾക്ക് വിശ്വസിക്കാവുന്ന നേതാവ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. രാഷ്ട്രീയ നേട്ടമായി ഇതിനെ കാണാം. UDFും BJPയും സംഘ് പരിവാർ സംഘടനകളും ഉയർത്തുന്ന വിമർശനങ്ങളെ ഈ രീതിയിൽ ചെറുക്കാനുമായി. ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. ഡിയർ ശ്രീ VN വാസവൻജി, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devasam Board. Lord Ayyappa is the divine protector of Dharma. Perspective Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, Yogi Adityanath. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം ഉപയോഗപ്പെടുത്താനും സർക്കാരിന് കഴിഞ്ഞു. അതിനുമപ്പുറം ശബരിമലയ്ക്ക് എന്തു ഗുണം എന്ന് ചോദിച്ചാൽ കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്ന് മാത്രം.